രാജമാതാ, കുമാരി ഇന്ന് അധികം സന്തോഷത്തിലാണല്ലോ. ഇന്ന് കുമാരിയുടെ സ്വയംവരം ആയതുകൊണ്ടായിരിക്കും. മമ്മി, എനിക്ക് വള വേണം. എനിക്ക് വളയില്ല. തൊഴി വള കൊടുക്കൂ. നോബി മഹാരാജാവ് എവിടെ? മാതാ, അങ്ങനെ ഒരു ഗോൾക്കണ്ട വരുന്നു. അലിച്ചോണ്ട് പാല് വേണ്ട ഇവിടെ. രാജാവേ, പറയൂ. അങ്ങുന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? നമ്മുടെ പ്രജകൾ നമ്മളെ കളിയാക്കുന്നുണ്ട് അങ്ങുന്നേ. ഞാനും കേട്ടു. നമ്മുടെ കുണ്ടമൺ കടവ് ഈ കൊട്ടാരത്തെ പലരും പറയുന്നു ഇത് കൊട്ടാരമോ അതോ തമ്പാനത്തെ ഇന്ത്യൻ കോഫി ഹൗസോ. രാജമാതാ, നമ്മൾ എന്ത് ചെയ്യും? ആകെ ഉള്ളത് ഈ ഒരു ബഡ്ഡി എന്ന് വെച്ച് ഈ ഒരു മാവ് മാത്രമാണ്. ഇനി നമ്മുടെ മകളുടെ സ്വയംവരം കൂടി നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ. രാജാവേ, അറിഞ്ഞിരിക്കുകയാണ്. എന്ത്? നമ്മുടെ കുട്ടി മഹാരാജാവായ കുട്ടിയാകൽ അതാ വരുന്നു, എഴുന്നള്ളുന്നു. എന്തിനാ? സ്വയംവരത്തിന്. ദൈവത്തെ ഓർത്ത് അവരെടുത്ത് പറയരുത് നമ്മുടെ മകൾ 3 പ്രാവശ്യം 10ാം ക്ലാസ് തോറ്റെന്ന്. ഈ കല്യാണം കൂടി മുടങ്ങും. എന്റെ പേര് ടിപ്പു സുൽത്താൻ എന്നല്ല, കുട്ടന്മാരൻ. മഹാറാണി എവിടെ നിന്ന് തിരിച്ചാലും ഞാൻ അവിടെ ചോദിച്ചിരിക്കും. എന്ത് രസം! മദശ്രീ, ഇതാരാ കോമ്പറ്റീഷൻ? ഈ നെട്ട് പിടിക്കൂ, തലേന്ന് പോയതെന്ന് തോന്നുന്നു. ഹലോ രാജകുമാര, ചുറ്റിക്കണം നിനക്ക് ഇതിനു മുമ്പ് റിയൽ എസ്റ്റേറ്റ് പരിപാടിയാണ്. എന്റെ മകൾ ചുറ്റിക്കിടന്ന് കറങ്ങുന്നു. അല്ല, എന്റെ അച്ഛൻ മഹാരാജാവ് പറഞ്ഞു വിട്ടായിരുന്നു ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കിട്ട് വരാൻ. മാറി നിൽക്കൂ. ആരാണ് ഇവർ? രണ്ടുപേരും ചോദിക്കുന്നത് ആരാണ്? പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ആരാണ്? അയ്യോ, ഇതാരാന്നറിയില്ലേ? ഇതാണ് നെടുമങ്ങാട് രാജ്യത്ത് നിന്നും യുവരാജാവ് കുട്ടിയാകൽ. ഇതായിരുന്നോ? ഇതാണ് എന്റെ സഹോദരി മഹാറാണി. നാത്തൂൻ. പിന്നെ ഞങ്ങള് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ സ്വയംവരത്തിന് വേണ്ടി വന്നവരാണ്. ബാക്കി കാര്യങ്ങൾ ചോദിക്കൂ. അയ്യോ, നീ ശബ്ദിക്കരുത്, മാറിക്കൂ. എന്താണ് സ്വയംവരത്തിന്റെ ചടങ്ങുകൾ? സ്വയംവരത്തിന്റെ ചടങ്ങുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പ് എന്റെ മകളെ കുറിച്ച് പറയാം. അപ്സരസിനെ വെല്ലും വെണ്ടയ്ക്ക പോലത്തെ വിരലുകൾ, തക്കാളി പോലത്തെ ചുണ്ടുകൾ, കോവയ്ക്ക പോലത്തെ മൂക്ക്, പടവലം പോലത്തെ കാതുകൾ. അല്ല, എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ മകളുടെ സ്വയംവരമാണോ അതോ നിങ്ങൾ 50 രൂപ വെട്ടുമലക്കറി കച്ചവടം നടത്തുവാണോ? ഇനിയുമുണ്ട് കഴിവുകൾ. രാവിലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തണമെങ്കിൽ വൈകുന്നേരം 6 മണി കഴിയും. കൊണ്ട് ഇതുപോലൊരു കഴിവ് ആർക്കില്ല. അതുപോലെ കഞ്ഞിയെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറയുകയാണ് നമ്മുടെ സ്വന്തം. എവിടെ നിന്ന് കിട്ടും ഇതുപോലത്തെ ഒരു മകളെ? കിട്ടില്ല രാജാവേ, നമുക്ക് മാത്രമേ ഉള്ളൂ. ഭവതി എന്തോ പറയാമെന്ന്. ഡാഡി എന്നാണോ കൊട്ടാരത്തിൽ വിളിക്കാറല്ലേ? നിങ്ങൾ ഓർത്ത് എഡ്യൂക്കേഷനിൽ വലിയ മുകളിലെത്തിയ കൊട്ടാരമായിരിക്കും. ഞാൻ ഈ പുറത്തുനിന്ന് കേട്ടായിരുന്നു വാപ്പാന്ന് വിളിച്ചത്. സൂപ്പർ ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ കൊട്ടാരവും കൊട്ടാരത്തിലെ ആൾക്കാരെയും ഈ രാജകുമാരിയും ഒക്കെ. നിങ്ങളുടെ ഈ സഹോദരൻ എന്തെങ്കിലും കഴിവുണ്ടോ? ഞാൻ പറഞ്ഞു ചിരിക്കല്ലേ, ഞാൻ കോമഡി പീസാന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങളുടെ രാജയുവ രക്തം കണ്ടില്ലേ ചോപ്പിട്ടിരിക്കുന്നത്. പിന്നെ വായിന്ന് വരുന്നത് മുഴുവൻ കൗണ്ടറുകൾ എന്ന് അവൻ വിചാരിക്കും, പക്ഷെ മുഴുവൻ ചളികളാണ്. എന്നിട്ട് നാണോ മാനില്ലാതെ വീണ്ടും കൗണ്ടറുകൾ പറയും. അത്രയും കഴിവുകെട്ടവനാണ് എന്റെ ഈ സഹോദരൻ. പക്ഷെ ഞാൻ അതിന്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. നിങ്ങൾ എല്ലാവരും അടുത്ത ആഴ്ച ഞങ്ങളുടെ പുതിയ കോട്ടയുടെ പാല് കാച്ചിന് വരണം. അതെ, എന്റെ സഹോദരി ഇതുപോലെ കേറ്റിയടിച്ച ചളികളെല്ലാം കൂടെ വാരിക്കുട്ടി ഞങ്ങളൊരു കോട്ട പടിഞ്ഞ് വെച്ചേക്കുവാണ്. അതിന്റെ പാല് കാച്ചിന് ഉറപ്പായിട്ടും വരണം. പിന്നെ എനിക്ക് വേറൊരു വലിയൊരു കഴിവുണ്ട്. ഞാൻ കാട്ടില് വേട്ടയ്ക്ക് പോകാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് നീ കാട്ടിനകത്ത് കയറി കീരിയെ ചുട്ടുന്നതിന് നിന്റെ ഫോറസ്റ്റുകാർ പിടിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിനക്ക് കുമാരനെ ഇഷ്ടപ്പെട്ടോ രാജമാതാ? എങ്കിൽ നമുക്ക് ചടങ്ങിലേക്ക് പോകാം. ഇത് അങ്ങോട്ട് തോഴയാണ്. ഒരു പാട്ട് കണ്ടാലോ നിങ്ങൾ രണ്ടാളുടെ ഇടയില്? അയ്യോ വേണ്ട, എന്റെ സഹോദരന് ടൈമിംഗ് കുറവാണ്. സ്വയംവരം കഴിക്കണമെങ്കിൽ ആയോധന കലയിൽ ഇവൻ അഭ്യാസം എടുക്കാനാണോ? എന്തുണ്ട് നിനക്ക് കഴിവ്? ഇത് കണ്ടോ? ഏത്? ചേച്ചി ഇതൊന്ന് പിടിച്ചു വെച്ച്, ഇതൊന്ന് പിടിച്ചു വെച്ച്. ആണി അടിച്ചു വെച്ചുകൂടാതൊക്കെ. ആ കാണുന്ന മരത്തിലിരിക്കുന്ന തത്തയുടെ കണ്ണിൽ അമ്പ് ചെയ്താൽ ഈ മകൾ ഇവിടെയല്ല, ആ മരത്തിലിരിക്കുന്ന ആ തത്തയുടെ ആ കണ്ണ്
അതിലെ കമ്പി. അതിന് മരം എവിടെ? അയ്യോ ഈശ്വര മാല കണ്ണുള്ളവനെ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണത്. അല്ലതെ എനിക്ക് ഒരു അവസരം തരുമോ? ആ ഹേയ്, അല്ല ഒരു ആ കാണുന്ന ആ തത്തയുടെ കണ്ണിൽ ഇല്ലേ വിരളൊന്ന് ഉണ്ട് ഒന്നേ ഉള്ളേ. ഒന്നേ ഉള്ളു. ഒരമ്പ മതി. മതി. ഇവന് കഴിവുണ്ടോ നോക്കട്ടെ. എന്റെ തലമുറ ഒടിഞ്ഞ് എന്റെ തലമുറ ഇല്ല ഒരു കാര്യം ചെയ്യോ? ഇല്ല നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇല്ലില്ല നില്ലില്ല. നിങ്ങൾ എനിക്കൊരു ഒരു അവസരം തന്നായി. നില്ലില്ല. തൊട്ടടുത്ത് നിന്ന് വിട്ടിട്ട് പോലും കൊള്ളുന്നില്ല. പിന്നെ ഇവിടെ നിന്ന മരം എവിടെ? ദാ, അവനെ വിളിച്ചോണ്ട് വാ. ഇത് വെച്ചിട്ട് എറിഞ്ഞു വീഴ്ത്ത്. ഡാഡി ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്ത് പറ്റി? കഴിപ്പിടക്കട്ടെ ഗായ് എനിക്ക് പറ്റില്ല. കഴിപ്പെടുക്കട്ടെ. ഗായ് പറ്റില്ല. എന്നെ ഇന്നവരെ അല്ല, ഇവനെ കെട്ടിച്ചു കൊടുക്കണ്ടേ? എന്റെ തലമുറ അല്ലെങ്കിൽ അവസാനിക്കും അമ്മ. അല്ല നമുക്ക് എന്റെ തലമുറയെ കിട്ടില്ല അമ്മ. നമുക്ക് ഡാഡി അവനെ കിട്ടില്ല. ഇത് ഈ അമ്പുണ്ടാക്കിയ ആളെ ഒന്ന് സെറ്റ് ചെയ്ത് തരോ? അമ്പുണ്ടാക്കിയ ആള് അമ്പുണ്ടാക്കിയ ആളാ? നിന്റെ അച്ഛനാണല്ല മാമനല്ല നിന്റെ. അപ്പം നിനക്ക് ഇവനെ വേണ്ട. എനിക്ക് വേണ്ട. ഈ അമ്പമില്ല ഉണ്ടാക്കിയ ആളെ മതി. അതെ 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 ഉണ്ടാക്കിയത് ആരാണെന്നറിയാമോ? അറിയാമോ? അല്ല അല്ല. കുടുംബ പ്രശ്നം ഉണ്ടായത്. അമൃത ടിവിയിൽ ആർട്ട് ഡയറക്ടർ ആജാന ബാഹു. അവനെ കണ്ടാ നമ്മൾ ഞെട്ടും. വിളിക്കാം. കടന്നു വാ. അയ്യോ എനിക്കിത് അപ്പോഴേ അറിയായിരുന്നു. ഇത് നമ്മളെ വെറുതെ വിളിച്ച് പറ്റിച്ചതാണ്. സത്യം. ഇവനും ഇവളും തമ്മിൽ പ്രേമമായിരുന്നു. ഇവര് പ്ലാനിങ്. എടാ നിനക്ക് അമൃത ടിവിയിൽ ആർട്ടിലെ ജോലി ചെയ്ത് ഊട്ടിയിൽ മാല കച്ചവടം രണ്ടും ഉണ്ട്. ആണല്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കോഴിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി മഹാരാജ്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം. ഇനി വാ, സന്തോഷത്തോടെ ആ മാല കരുത്തിലേക്ക് ഇട്. രണ്ടും ഒന്നിച്ചിടാനോ? കൈ കൂടെ രണ്ടും ഒന്നിച്ചിട. ഇത് സ്ഥാനാർത്ഥിയല്ലേ? ഹായ്, കുമാരി കല്യാണം കഴിക്കുന്നു. നമ്മുടെ കുറുകരുത്. ഊരിയെടു. കുമാരിയുടെ വിവാഹം കഴിഞ്ഞു കുമാരി. സന്തോഷല്ലേ? സന്തോഷായി. എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ പോയി കിടക്കണം, എടുത്ത് വേടാ. എനിക്ക് ആർട്ട് ഡയറക്ടർ മതി. അല്ലെങ്കിൽ എനിക്ക് ആ മണവണാഞ്ഞന്റെ ഓട് പോയി ജയിക്കണമെന്ന്. സന്തോഷമായല്ലോ. സന്തോഷായി. ഇനി രണ്ടുപേർക്കും പോവാം. ഒരു മിനിറ്റ്. ഒരേട്ടാ ബായ് കുമാരി. കാലത്തിന്റെ പകുതി ചോദിച്ചോണ്ട് വരല്ലടാ. എല്ലാ ബാങ്കിലും ജപ്തിക്കാരും കൊണ്ടുപോയിരിക്കും. പിടിച്ചോ. രാജൻ എന്തായാലും നെടുമങ്ങാട് ഇത്രയും ദൂരം കല്യാണത്തിന് വേണ്ടി വന്നതല്ലേ? എനിക്കാണ് പെണ്ണിനെ കിട്ടിയില്ല. ആ അറ്റത്തേയുടെ തോഴിയെ ബൈ വൺ ഗെറ്റ് വൺ പോലെ തരുമോ? ഇല്ല. ഇച്ചിരി ഓവർ ആണെങ്കിലും ഞാൻ ഇതങ്ങ് എടുത്ത്. ഇല്ലെന്നാ കൊണ്ടുപോട്ട് വെച്ച്. അത്ര ശല്യം കുറഞ്ഞു കിട്ടും. ഞാൻ പോകുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ രാജാവിന്റെ കൂടെ നിൽക്കേണ്ടവളാണെന്ന്. ഞാൻ ഈ കെട്ടാത്തിരക്കാറ്റ് വീട്ടിൽ നിൽക്കത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് വേറെ നോക്കാം. വാ. ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ പരിപാടികൾ ഇവർക്ക് കാണിച്ചു കൊടുത്താലോ? കാണിച്ചു കൊടുക്കണം, കണ്ട് പഠിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാജമാതാവേ, ഒരു ബന്ധമില്ലാത്ത ഒരു പരിപാടിയിൽ നമുക്ക് ആദ്യം പോയാലോ? അതെ. അപ്പൊ ആരാ? ചെമ്മീൻ. ശരി. കൊട്ടാരത്തിൽ ചെമ്മീൻ. കൊട്ടാരത്തിന് പുറത്ത് നമുക്ക് ആക്കാം. വെജിറ്റബിൾ ചെമ്മീൻ. വെജിറ്റബിൾ ചെമ്മീൻ. കൊട്ടാരത്തിൽ കുഴപ്പമില്ല. ശരി, എന്നാൽ വെജിറ്റബിൾ ചെമ്മീൻ കാണാൻ വേണ്ടി നമുക്ക് പോയാലോ? ബാ ഡോറ, പോവാം.